നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 963rd day. Today 7th sloka of Pradhamaskandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 963 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. 3 ശ്ലോകങ്ങൾ ഒരുമിച്ചിട്ട് 7, 8, 9 ഒരുമിച്ചിട്ട് ഉള്ള ശ്ലോകമാണ്. ഒരുമിച്ച് അർത്ഥം വരുന്ന ശ്ലോകമാണ്. ഓരോ ശ്ലോകമായിട്ട് പാരായണം ചെയ്ത് ഒടുവിൽ പൂർണ്ണമാക്കാം. മാതുർഗർഭഗതോ വീര സതതാ ഭൃഗുനന്ദന ദദർശ പുരുഷം കിഞ്ചിത് ദഹ്യമാനോത്ര തേജസ. ഓം തത്സത്. മാതുർഗർഭഗതോ വീര സതതാ ഭൃഗുനന്ദന ദദർശ പുരുഷം കിഞ്ചിത് ദഹ്യമാനോത്ര തേജസ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് മാതു ഗർഭഗത വീര സ തഥാ ഭൃഗുനന്ദന ദദർശ പുരുഷം കംചിത് ദഹ്യമാന അസ്ത്ര തേജസ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് വീരസ ശൂരനായ അവൻ, മാതാവിൻ്റെ ഗർഭഗത ഗർഭത്തെ പ്രാപിച്ചവനായിട്ട്, അല്ലയോ ഭൃഗുനന്ദന, അല്ലയോ ശൗനക, ഭൃഗുവിൻ്റെ പുത്രനായിട്ടുള്ള ശൗനക, അസ്ത്ര തേജസ അസ്ത്രത്തിൻ്റെ തേജസ്സിനാൽ ദഹിപ്പിക്കപ്പെടുന്നവനായിട്ട്, അടുത്ത ശ്ലോകത്തിലാണ് മറ്റേ അർത്ഥം വരുന്നത്. കംചിത് എന്ന് പറഞ്ഞാൽ കംചിത് പുരുഷം, അതായത് ഒരു പുരുഷനെ ദദർശ കണ്ടു. ബാക്കി ഭാഗം എങ്ങനെയുള്ള പുരുഷനെയാണ് കണ്ടത് എന്നുള്ളത് ബാക്കി 2 ശ്ലോകങ്ങളിലായിട്ട് പാരായണം ചെയ്ത് പറയേണ്ടതാണ്. അതായത് ഗർഭത്തിൽ വെച്ച് ആ അസ്ത്രത്താൽ, ആ അശ്വത്ഥമാവ് അയച്ച അസ്ത്രത്താൽ ദഹിക്കപ്പെടുന്നവനായിട്ട് തൻ്റെ ഗർഭത്തിൽ, അമ്മയുടെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ കുഞ്ഞ് ഒരു പുരുഷനെ കണ്ടു. ദഹിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷനെ, അല്ലയോ ഭൃഗുനന്ദന, ആ കുഞ്ഞ്, ഗർഭത്തിലുള്ള ആ കുഞ്ഞ് കണ്ടു എന്ന് പറയുകയാണ്. ഒരു പുരുഷനെ കണ്ടു. ആ പുരുഷൻ ആരായിരുന്നു, എപ്രകാരമായിരുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ്. ഉത്തരാദേവി തൻ്റെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം എയ്തപ്പോൾ ഭഗവാനോട് ഓടി വന്ന്, അല്ലയോ ഭഗവാനെ കൃഷ്ണ, രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മധുരയിലേക്കും യാത്ര തിരിച്ച് പുറപ്പെടാനിരുന്ന കൃഷ്ണനെ വന്ന് അഭയം പ്രാപിക്കുകയും, ഞാൻ ദഹിച്ചു കൊള്ളട്ടെ, എനിക്കെന്തും സംഭവിച്ചു കൊള്ളട്ടെ, എൻ്റെ ഗർഭത്തിലുള്ള ശിശുവിനെ രക്ഷിക്കൂ. എന്തെന്നാൽ ആ ശിശുവാണ് പിന്നീട് ഈ പാണ്ഡവ വംശത്തിന്, കുരുവംശത്തിൻ്റെ നാഥനായിട്ട് ആകെ ഈ ഒരു ശിശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ശിശുവിനെ രക്ഷിക്കൂ എന്ന് പറയുകയും ഭഗവാൻ ആ ശിശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഗർഭത്തിലേക്ക് കടന്നു. അപ്രകാരം ഗർഭത്തിലേക്ക് കടന്ന ആ ശിശുവിനെ, ഗർഭത്തിലേക്ക് കടന്ന ആ ഭഗവാനെ ആ ശിശു കണ്ടതാണ്. ഒരു പുരുഷനെ കണ്ടു. അസ്ത്രത്തിൻ്റെ തേജസ്സിനാൽ ദഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞ്, ഗർഭത്തിലുള്ള കുഞ്ഞ് ആ ഒരു പുരുഷനെ കണ്ടു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സൂതൻ ശൗനകാദികൾക്ക്. ശ്ലോകം ഒരിക്കൽ കൂടി. മാതുർഗർഭഗതോ വീര
സതഥാ ഭൃഗുനന്ദന ദദർശ പുരുഷം കഞ്ചിത് ദഹ്യമാനോസ്ത്ര തേജസ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. ഓം